വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഇസ്രായേൽ ആക്രമണത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുമ്പോൾ പതിനായിരങ്ങളാണ് റഫേൽ നിന്നും പലായനം ചെയ്യുന്നത്. തൊട്ടടുത്ത് തന്നെ ബോംബുകൾ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം അവിടെ നിന്നും 500 മീറ്ററിൽ താഴെയാണ് ഞങ്ങളുള്ളത്. ഞങ്ങളുടെ ഫിസിഷ്യന്മാരും സർജന്മാരും അപകടത്തിലാണ്. മെഡിക്കൽ സാമഗ്രികളും ഇന്ധനവും ഇങ്ങോട്ട് എത്തിക്കാൻ കഴിയുന്നില്ല. ഒരു ബന്ധു കൂടി മരിച്ച പശ്ചാത്തലത്തിൽ ടെലവിവിയിലെ തെരുവുകളിൽ പതിനായിരങ്ങൾ ഗവൺമെന്റ് യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. സ്വീഡനിലെ യൂറോവിഷൻ സോങ് കോൺടെസ്റ്റ് സ്റ്റേജിന് മുൻപിൽ യുദ്ധത്തിനെതിരെ ശക്തമായ പ്രതിഷേധം നടക്കുകയാണ്. ഗസയിലേക്ക് കടന്നുകയറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ ആയിരങ്ങളോട് റഫ വിട്ടുപോകാൻ ഇസ്രായേൽ സേന ആവശ്യപ്പെട്ടിരിക്കുകയാണ്. തിങ്കളാഴ്ച തൊട്ട് ഏകദേശം 1.5 ലക്ഷത്തോളം പലസ്തീനികൾ റഫയിൽ നിന്നും പലായനം ചെയ്തു കഴിഞ്ഞു. ഇന്ധനത്തിന്റെയും മറ്റും ദൗർലഭ്യം ധാരാളം ഹോസ്പിറ്റലുകളെ സാരമായി ബാധിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 7 മാസത്തെ കുടിയിറക്കൽ വീണ്ടും പലായനത്തിന് നിർബന്ധിക്കുന്നു. കിഴക്കൻ റഫയിൽ നിന്നും വീണ്ടും പലായനം ചെയ്യാൻ പട്ടാളം നിർബന്ധിക്കുന്നു. ഫലസ്തീനികൾ ഒഴിഞ്ഞുപോകുന്നു. ബോംബുകൾ മഴ പോലെ വർഷിക്കുന്നു. ആളുകൾ സുരക്ഷിത സ്ഥാനത്തിനായി നെട്ടോട്ടമോടുന്നു. ഓരോ കോണും അവരുടെ ലക്ഷ്യസ്ഥാനമായിരിക്കെ ഒരു ജീവനും രക്ഷപ്പെടുന്നില്ല. ഞങ്ങളുടെ ഭയവും ഭയപ്പെടുത്തലും കാരണം ഞങ്ങൾ പോകുന്നു ഞങ്ങൾക്കറിയാത്ത സ്ഥലങ്ങളിലേക്ക്. ഒരിടവും സുരക്ഷിതമല്ല. ഐക്യരാഷ്ട്രസഭ പറയുന്നത് 1.5 ലക്ഷത്തിലധികം ആളുകൾ കിഴക്കൻ റഫ വിട്ടു എന്നാണ്. ഇസ്രായേൽ നിർബന്ധിക്കുന്നത് അൽ-മവാസി മേഖലയിലേക്ക് പോകാനാണ്. അവിടെ സുരക്ഷിതമെന്നാണ് അവർ പറയുന്നത്. അവിടുത്തെ അവസ്ഥ ഭീതിതമാണ്. ആശയറ്റ പലസ്തീനികളുടെ ഓപ്ഷൻ പെട്ടെന്ന് കുറഞ്ഞു വരികയാണ്. അയൽവാസികൾ 3 തവണ വന്ന് പറഞ്ഞു അവർ എല്ലായിടത്തും ഒഴിഞ്ഞു പോകാനുള്ള ഉത്തരവ് നൽകിയിട്ടുണ്ടെന്ന്. നമുക്ക് എത്രയും പെട്ടെന്ന് പോകണം. ഞങ്ങൾ എന്തു ചെയ്യണം? ഒന്നിനും ഇത് ഒന്നായി മരിക്കാൻ കാത്തു നിൽക്കണം. അതുകൊണ്ട് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു. ദർ അൽ ബലയിലും റഫയിലും അക്രമം ഘടിപ്പിച്ചിട്ടുണ്ട്. മറ്റെല്ലായിടത്തും വ്യോമാക്രമണം നടക്കുന്നുണ്ട്. ദേറാപാലയിലും സെൻട്രൽ ഗസയിലും ശവങ്ങൾ കുന്നുകൂടുന്നുണ്ട്. ധാരാളം പലസ്തീനികൾ പലായനം ചെയ്തിട്ടുണ്ട്. പക്ഷേ രക്ഷയില്ല. ഇവിടെ ഒരു സമാധാനമില്ല. ഇവിടെ എൻ്റെ മരുമകൾ തലയില്ലാതെ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ അമ്മായിയും. അനീതിയാണ്. ഏതുവരെ ഇത് തുടരും? ഞങ്ങളാകെ തകർന്നിരിക്കുകയാണ്. ഇവിടെ പരിക്കേറ്റവർക്ക് പോകാൻ മറ്റൊരിടമില്ല. ഗസയിലെ അലക്സ ആശുപത്രിയിൽ മണിക്കൂറുകൾക്കുള്ളിൽ ഇന്ധനം തീരും. ഈ സ്ട്രിപ്പിലേക്കുള്ള കവാടം ഇസ്രായേൽ സൈന്യം തടഞ്ഞതാണ് ഈ ദാരുണമായ പ്രതിസന്ധിക്ക് കാരണം. ചക്രവ്യൂഹത്തിൽപ്പെട്ട പലസ്തീനികൾ മരണത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ്.